അപ്പം അമ്മ വിഷുവിന് മുന്നേ ഒരു 200 ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നാളത്തേക്ക് നമുക്കൊരു 200 ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിലെ മാവ് റെഡിയാക്കിയാണ്. അപ്പോൾ നാളെ രാവിലെയാണ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ അരച്ച് കൂട്ടെല്ലാം കൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ പുകരിയും പച്ചരിയും മൈദയും എല്ലാം കൂടെ കൂട്ടി വെക്കും. ബാക്കി എല്ലാം പിന്നെ പൊടിച്ച് വെക്കും. രാവിലെ ചൂടാനാകുമ്പോൾ അതെല്ലാം കൂട്ടയില്. എന്നിട്ട് പഴവും ഏലക്കായി പിന്നെ എള്ള് ജീരകം എല്ലാം ചുക്ക് അതെല്ലാം പൊടിച്ചതെല്ലാം രാവിലെയാണ് ചൂടാൻ നേരത്താണ് ചേർക്കല്. ഇപ്പം എല്ലാം പൊടിച്ചു വെക്കും. പിന്നെ ചൂടാനാകുമ്പോൾ അതിലിട്ടിട്ടാകുമ്പോൾ തേങ്ങാക്കൊത്തും ചൂടാൻ നേരത്താണ് ഇടല് കേട്ടോ. അതെ, എല്ലാം വറുത്തിട്ട് ഇപ്പം വെക്കും. അന്നേരം പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ സാമ്പീരേ നമുക്ക് 8 മണിക്ക് കൊടുക്കേണ്ടതാണിത്. അപ്പം രാത്രി ചൂടുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ ചെയ്യല്. എല്ലാം വറുത്ത് വെക്കും, പൊടിക്കണ്ടെല്ലാം പൊടിച്ച് വെക്കും. രാവിലെ അതിലിട്ടിട്ട് ചൂടല്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ പച്ചരി എത്ര എടുത്തിട്ടില്ലേ? ഇത് 2 കിലോൻ്റെ അടുത്തുണ്ട്. പച്ചരി പൂങ്ങലരി ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് 2 കിലോ അരിയാണ്. 2 പുഴുക്കലരിയും പച്ചരിയും കൂടിയിട്ട് 2 കിലോ ഉണ്ട്. അപ്പം നമ്മൾ ഒരു വലിയൊരു ഗ്ലാസ്സിനാണെങ്കിൽ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസിൻ്റെ അടുത്ത് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. പുഴുക്കലരി വെച്ചാൽ ചുവന്ന അരി ഇല്ലേ, മട്ട അരി, അതാണ് നമ്മൾ എടുക്കല് കേട്ടാ. എന്താ അപ്പോൾ എല്ലാം കൂടെ 2 ഉണ്ട്. 2 കിലോ പിന്നെ വെല്ലം 2 കിലോ കൂട്ടും. എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ. 2.25 കിലോ വേണ്ടി വരും അല്ലേ? 2 കിലോ. അപ്പോൾ പുഴുക്കലരി പച്ചരിയും കൂടിയിട്ട് 2 കിലോ അരി, 2.25 കിലോ വെല്ലം, പിന്നെ മൈദയെല്ലാം ചേർക്കുന്ന സമയത്ത് പാട് കൂട്ടൂല. നമ്മളിപ്പോൾ പൂങ്ങലരി കൂട്ടുന്നുണ്ട്, മൈദ കുറക്കലുണ്ട്. ഇപ്പം അരക്കുമ്പോൾ അമ്മ നല്ലോണം അരയണ അല്ല, തരിതരിയായിട്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു തരിതരിങ്ങനായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളമാക്കാൻ പാടില്ല കേട്ടോ. ഏകദേശം അരയാൻ പാകത്തില്ല വെള്ളം ആക്കുക. അതെ, എന്നുവെച്ചാൽ വെല്ലപ്പാവും കൂടെ ഉണ്ട്. ഇത് അരച്ചതല്ല, പൊടിയല്ലല്ലോ. അന്നേരം പിന്നെ വെല്ലപ്പാവ് അധികം വെള്ളമാക്കൂല. അപ്പൊ ഇത് ഇതേപോലെ പൊടിച്ചിട്ട് ആക്കലുണ്ടോന്ന് ചോദിക്കലുണ്ട്. പൊടിച്ചിട്ടും ആക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് എളുപ്പം വേഗം അരച്ചരച്ചെടുക്കുന്നതാണ് പൊടിക്കുന്നതിനെക്കാട്ടി. ഇപ്പൊ ഇതാ ആദ്യത്തെ സെറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം നൈസാവാൻ പാടില്ല. ചെറുങ്ങനെ ഒരു തരിതരിങ്ങനെ വേണം കേട്ടോ. പുട്ടിൻ്റെ അതങ്ങനെ പുട്ടിൻ്റെ പൊടി എങ്ങനെ ഉണ്ടാവില്ലേ അതേപോലെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ അരച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് പുഴുക്കലരിയും കൂടി അരക്കാമല്ലോ. പുഴുക്കലരി ഇത് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് കേട്ടോ. ഏകദേശം പച്ചരിയും പുഴുക്കലരിയെല്ലാം എത്ര മണിക്കൂർ? ഒരു 6 മണിക്കൂറെങ്കിലും കുതിർക്കണ്ടമ്മ? 5 മണിക്കൂർ ഇതിടണം. 5 4 ഇപ്പം നമ്മൾ രാവിലെ ചുടുന്നില്ലേ, കൂട്ടിൽ തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കണം കേട്ടോ. നമ്മളെ പുഴുക്കലരി തിളച്ച വെള്ളത്തിൽ വേണം കുതിർക്കാൻ, പച്ചരി സാധാ വെള്ളത്തിൽ കുതിർക്കുക. അപ്പോൾ പച്ചരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുക്കലരിയും കൂടി അരച്ചെടുക്കാം. ഇതും പച്ചരിനെ പോലെ തന്നെ കുറച്ച് തരിതരിങ്ങനെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്താ പറയാത്ത? അപ്പോൾ നമുക്ക് പുഴുക്കലരിയും കൂടി അരച്ചെടുക്കാം. പൂക്കലരി അരക്കുമ്പോൾ കുറച്ച് മേലെ വെള്ളം വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയാവും അല്ലേ? അപ്പോൾ ഇതാ പുഴുക്കലരിയും കൂടി അരച്ചെടുത്തിട്ട് ഇതിൽ കലത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആദ്യത്തെ സെറ്റ് പണി തീർന്നു അല്ലേ? ഇനി അടുത്തത് വെച്ച് കഴിഞ്ഞാൽ വെല്ലം പാവാക്കൽ. അപ്പോൾ നമുക്ക് വെല്ലം പാവാക്കി എടുക്കാം. ഒരു 2 കിലോയിൽ അധികം വെല്ലം എടുത്തിട്ടുണ്ട്. ഒരു നുള്ളിൽ മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞളായിട്ട് കുറച്ച് ഇട്ടിട്ട് കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മധുരലുള്ള വെല്ലാണെങ്കിൽ 2 കിലോ പച്ചരിക്ക് 2 കിലോ വെല്ലം തന്നെ എടുത്താൽ മതി അല്ല മാം? കുറച്ചൊരു കറുത്ത വെല്ലത്തിന് നല്ലൊരു മധുരമാണ്. ഇത് വെള്ള വെള്ളം ഇത്. അതുകൊണ്ട് ഇത് 2.25 കിലോ എടുത്തിരുന്നു കേട്ടാ, എന്നാലേ മധുരം ഉണ്ടാവുള്ളൂ. അങ്ങനെ വെല്ലം പാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ 1/2 കിലോ മൈദ അരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മാവിലേക്ക് നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു മധുരമെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നമുക്ക് പാവാക്കിയ വെല്ലമില്ലേ ചൂടോടെ തന്നെ ഈ മാവിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത പാടന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ എല്ലാം. ഇനി വേണം നമ്മളെ മൈദ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം മൈദ 500 ഗ്രാം എടുത്തതിൽ ഇത്ര പറ ബാക്കിയുണ്ടല്ലോ അമ്മ. അതിപ്പോൾ നമുക്ക് കൃത്യം ഒരു അളവ് പറയാൻ പൊടിയാണെങ്കിൽ നമുക്ക് കണക്കായിട്ട് ഇതാക്കാം. അപ്പോൾ നമ്മൾ അരക്കുമ്പോൾ ലേശം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിലും വെള്ളപ്പാവാക്കുമ്പോൾ ലേശം വെള്ളം വെള്ളപ്പാവാക്കുമ്പോൾ അളന്ന് വെച്ചാൽ മതി. അരി അരക്കുമ്പോൾ ചിലപ്പോൾ ലേശം അങ്ങോട്ടെല്ലാം ആവും. അന്നേരം ഇതേപോലെ ആവണം. കുറച്ച് നല്ല കട്ടിയും വേണ്ട, നല്ലോണം ലൂസാവാനും പാടില്ല. ഇങ്ങനെ ആവണം, എന്നാലേ നല്ല അപ്പമായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇത്രപ്പുറം മൈദ അരച്ചുകൊണ്ട് ഇത്രപ്പുറം മൈദ ബാക്കിയിട്ടുണ്ട്. പിന്നെ മൈദ കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പുഴുക്കലരി ഇപ്പം അരച്ച് ചേർക്കുന്നത്. ആ മൈദയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി നല്ല യോജിപ്പിച്ചെടുക്കണം. ആ മൈദേൻ്റെ കട്ടിയൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി പരിപാടിയെല്ലാം രാവിലെയാണ് കേട്ടോ. ഇത് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് തണിഞ്ഞിട്ട് അത് ഇടണം. നേന്ത്രപ്പഴം അരച്ചത് ചേർക്കാനുണ്ട്. പിന്നെ ഏലക്കായി, പിന്നെ നമ്മളെ ജീരകം, അവൽ, പിന്നെ ചുക്ക് അതെല്ലാം പൊടിച്ചിട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ അവൽ ചേർക്കുന്നത് എന്തിനാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന്. നമ്മൾ കമൻസിൽ ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇനിയും ആദ്യമായിട്ട് കാണുന്നവർ ചോദിച്ചുകൊണ്ടുണ്ടായിന്. അപ്പോൾ അവൽ ചേർക്കണം, ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാണ്ട് ടേസ്റ്റിലോ അങ്ങനെ വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാരേന്ന് പെട്ടെന്ന് നമുക്ക് വേഗം ചുട്ട് തീർക്കാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ കൂടിപ്പോകാനും പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പം ഹാർഡാവും കേട്ടോ. അപ്പോൾ ഒരാഴ്ചയെല്ലാം നിൽക്കും ഉണ്ണിയപ്പം. അതിൽ കൂടുതലേ നിൽക്കൂലൂ. നമ്മൾ ഉപയോഗിക്കും പോലെ അനുസരിച്ചിരിക്കും. അപ്പോൾ നല്ല ഉറപ്പുള്ള മുടിയിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ നല്ല ഉറപ്പുള്ള നല്ല മുടി ഉണ്ടാവില്ല. അങ്ങനെയുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ ഒരാഴ്ച അല്ല 2 ആഴ്ച അല്ല അതിലധികം കൂടുതൽ നിൽക്കും. വെച്ചാൽ കുറച്ച് ഹാർഡാവുന്നേലു അപ്പത്തിനൊന്നും കേടില്ല. നമ്മൾ വെളിച്ചെണ്ണയല്ലേ ചുടുന്നു. നല്ല അപ്പോൾ നനവൊന്നും ഇല്ലാത്ത നല്ല പാത്രത്തിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതെ, നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ ഒരു 10-25 ഏലക്കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് നമ്മളോട് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിന് ഏലക്കായൻ്റെ തൊലി എടുക്കാൻ പാടില്ല, അതിന് ഭയങ്കരമായിട്ട് വിഷമടിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൊലി എടുക്കില്ല കേട്ടോ. പിന്നെ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ചില സമയത്ത് അങ്ങനെ എടുക്കും. അപ്പോൾ എന്താ ചുക്കാന്ന് ഇട്ടിട്ടില്ലേ, ഒരു ചെറിയ പീസ് 5-6 പീസ് ചുക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് അമ്മ ഇഞ്ചി ചെത്തിയിട്ട് ഇവിടെ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ തടയമയാണ് ഉണങ്ങാനിടൽ. ഇനി നമുക്ക് ജീരകം, നല്ലോണം. അപ്പോൾ ഒരു 4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ഉണ്ണിയപ്പത്തിന് 4 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇനി വേണ്ടുന്നത് അവലാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചും അവരും എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടാക്കിയിട്ട് പൊടിക്കാം. ആയിക്കോട്ടെ. നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു തേങ്ങയാണ് എടുത്തിട്ടിൽ അതാ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മളെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലേ മാം? കാരപ്പത്തിൽ കുറച്ചുകൂടെ മുരിയുമല്ലോ ചുടുന്ന സമയത്ത്. നല്ല മണം നെയ്യിൻ്റെ തേങ്ങാക്കൊത്തിൽ വറുത്തെടുത്ത്. ഇനി മറ്റേത് പൊടിക്കാം അല്ലേ? അപ്പോൾ വറുത്തെടുത്ത അവലും ഏലക്കായും ചുക്കും ജീരകം എല്ലാം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, പെട്ടെന്ന് പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് രാവിലെ ചേർക്കാമല്ലോ മാം? ഇതും തേങ്ങാക്കൊത്ത് ഇപ്പം വറുത്തതെല്ലാം രാവിലെ ചേർക്കാം. രാവിലെ നമുക്ക് എല്ലാം പൊടിക്കും ചേർക്കുക ഇളക്കെല്ലാം ചെയ്യുമ്പോൾ സമയം കൊണ്ടാവും. നമുക്കൊരു 5:30 എണീച്ചിട്ട് ചൂടാൻ തുടങ്ങണം കേട്ടോ, എന്നാലേ 8:30 കൊടുക്കാൻ പറ്റൂ. ഇപ്പം തന്നെ വൈകുന്നേരം എല്ലാം ആയിട്ടുണ്ട്, സമയം 12 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ. അപ്പോൾ ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. പഴവും കൂടി അരച്ച് ചേർക്കാനുണ്ട്, അപ്പോൾ അതെല്ലാം നമുക്ക് അരച്ച് ചേർക്കാം. അപ്പോൾ അതെല്ലാം നമുക്ക് രാവിലെ കാണാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. പഴം അരക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. 2 അത്യാവശ്യം ഇതാ വലിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു പീസ്, ഈ ഒരു വലുപ്പിൽ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേഗം അരച്ചെടുക്കാം. അപ്പോൾ ഇതാ പഴം അരച്ചെടുത്തിട്ടുണ്ട്. മൈസൂർ പഴം ആയാലും മതിയല്ലോ അമ്മ? നമ്മ ഇപ്പം കുറേ നാളായിട്ട് നേന്ത്രപ്പഴം തന്നെയാണ് ചേർക്കല്. ഇനി നമുക്ക് നമ്മളെ മെയിൻ സാധനം ഇന്നലെ പൊടിച്ച് വെച്ചാൽ നമ്മളെ ഏലക്കായ അതെല്ലാം ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ലേഗൂസേ, ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മണം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഴം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ മാവ് ഒരു 5-6 മണിക്കൂറായി റെസ്റ്റിന് ഇരിക്കുന്നല്ലേ മേ? പഴം അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കണം, പിന്നെ എള്ള് ഇട്ട് കൊടുക്കണ്ടേ, എള്ളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതാ എള്ള് കഴുകി എടുത്തതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ള് കുറച്ച് കാണാൻ ഉണ്ടാവണം അല്ലേ അപ്പത്തിൽ, ആ ഒരു പാകത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തേങ്ങാക്കൊത്ത് തണിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ചൂടോടെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ രാവിലെ ചുടുന്നതായതുകൊണ്ട് രാത്രിക്ക് ആക്കി വെച്ചിന്. എൻ്റെ ചെയ്ത് നമ്മൾ പകലെല്ലാം ചെയ്യുന്നെങ്കിൽ ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ചിലർ ചോദിക്കലുണ്ട് അപ്പക്കാരം കൂട്ടലുണ്ടോന്ന്. അപ്പക്കാരൊന്നും കൂട്ടില്ല. അന്നേരം തന്നെ പൊടിച്ചിട്ട് അന്നേരം തന്നെ പിന്നെ അപ്പാക്കുന്നുണ്ടെങ്കിൽ അപ്പക്കാരം കൂട്ടാം. എന്നാലേ അധികം റെസ്റ്റിനൊന്നും വെക്കാണ്ട് അല്ലേ, അധികം റെസ്റ്റിനൊന്നും വെക്കാണ്ട് ചുടുന്നതാണെങ്കിൽ അപ്പക്കാരം ചേർക്കും. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ ചുട്ടിട്ട ഒരു 5-6 മണിക്കൂറെല്ലാം റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. എന്നാലും കേടാവുകയില്ല. അല്ല, റസ്റ്റിന് വെക്കുന്നതനുസരിച്ച് അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും, കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് അരച്ച് ചൂടുന്ന അധികം റസ്റ്റിന് വെക്കാത്തത് വേഗം ഹാർഡാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം റസ്റ്റിനെല്ലാം വെക്കുന്നത്. റെസ്റ്റ് ചെയ്യാണ്ട് പിന്നെ അന്നേരം തന്നെ ആക്കി ചുടുന്നുണ്ടെങ്കിൽ അന്നേരത്തെ ആവശ്യത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് കുറച്ചങ്ങനെ വെയ്യുന്നവർ അത് ഉറപ്പ് വരും. നമുക്ക് വേഗം കുറച്ച് കറിയപ്പം എന്ന് വെച്ചാൽ അപ്പക്കാരിലിട്ടിട്ട് ആക്കിയാൽ നല്ല അപ്പം തന്നെ ആവല്. പക്ഷെ കുറച്ച് 2-3 ദിവസം ആകുമ്പോൾ അത് ഉറപ്പ് വരും. ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെ ആവില്ല, റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാക്കുന്നതല്ലേ, നമ്മൾ അപ്പക്കാരം കൂടുതലുമില്ല. അപ്പോൾ നമ്മളെ കാര്യം ഇതാ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം കാരേൻ്റെ കുഴി മുങ്ങാൻ ഭാഗത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നല്ലൊരു ടേസ്റ്റ് ആണല്ലോ നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തിൽ വേണം കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ. അധികം നല്ല കട്ടിയാവാനും പാടില്ല, ലൂസാവാനും പാടില്ല. നമുക്ക് കൂട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് കാരയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിൽ വെള്ളം നമ്മളെ ഉണ്ണിയപ്പം എല്ലാം കാരയിന്ന് വേഗം ഇളകി വരലായി. നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ഒറ്റക്ക് തന്നെ മറിയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം കോരി എടുക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്യാപ്പിലെല്ലാം അമ്മ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഒഴിക്കുമ്പോൾ കുഴി നിറച്ച് ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഒരു പകുതി വരെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ തീ നല്ലപോലെ ഒരുപോലെ കത്തണമല്ലോ മേ. തീ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ഷേപ്പെല്ലാം മാറും. ലഗുസേ നിങ്ങൾ ടിപ്സ് പറയാനുണ്ടോ? തീ ഒരുപോലെ കരക്കൊരുപോലെ കത്തിയില്ലെങ്കിൽ കുർത്തിയിട്ടെല്ലാം വരും, വാല് വരും. അങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കുർത്തിയിട്ടെല്ലാം വരും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. തീരെ കുറഞ്ഞു പോകാനും പാടില്ല, നല്ല അയിൽ കത്താനും പാടില്ല. നല്ലോണം തീ കത്തിക്കഴിഞ്ഞാൽ അപ്പം വേഗം ചോന്ന് വരും, ഉള്ളു വേവൂല. അതുകൊണ്ട് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാനുണ്ടല്ലേ. നമ്മൾ ചൂടെടുക്കുന്നതായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എല്ലാം ചുട്ടിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ ഉണ്ണിയപ്പെല്ലാം ഏകദേശം ചുട്ട് തീരാറായിട്ടുണ്ട്. കഴിഞ്ഞില്ലമ്മ? ലാസ്റ്റ് എത്തിയിട്ടാ. അപ്പോൾ ഇതാ നമ്മളെ പൂ പോലെ സോഫ്റ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഇതാ അടിയുണ്ട്. അപ്പോൾ നമ്മളെ 200 ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വിഷുവിനെല്ലാം ഉണ്ണിയപ്പം ചൂടുന്നവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ഉണ്ണിയപ്പം കിട്ടും. ഉണ്ടാക്കി നോക്കിയിട്ട് വീട്ടുകാരെ ഞെട്ടിക്കണല്ലോ. അതെ, വിഷുവിന് വീട്ടുകാരെ ഞെട്ടിക്കണം കണിയിൽ ഉണ്ണിയപ്പം ഇത് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ.